ഹായ്, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഡൗട്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ വരുന്നതും ഒക്കെ എന്താണ്, യെല്ലോ ടൂത്ത് ആണ്, മഞ്ഞ കളർ പല്ലിനെ പറ്റിയാണ്. സോ ഒന്നുകൂടി ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ ഡോക്ടർ ഷെമി. വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ചാലു ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മഞ്ഞപ്പല്ലുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പല്ലുകൾ റിവേഴ്സ് ചെയ്യാൻ, അതായത് വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കില്ല. അതായത് ഒരു കളർ മഞ്ഞിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പല്ല് മഞ്ഞിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല്ലുകളുടെ ഏറ്റവും പുറമേ ലെയർ ആയിട്ടുള്ള ഇനാമൽ അത് നഷ്ടപ്പെട്ടു പോയി, തേഞ്ഞു പോയി എന്നതാണ്. നമുക്ക് ഒരിക്കലും ഇനാമൽ റീബിൽഡ് ചെയ്തെടുക്കാനോ പിന്നീട് പുനർനിർമ്മിക്കാനോ ഇതുവരെ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ഇനാമൽ ഫോർമേഷനൊക്കെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒന്നാണ്. നമ്മൾ ജനിച്ചതിന് ശേഷം ഇനാമൽ ബോഡിയിൽ ഉണ്ടാക്കപ്പെടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പോയ ഇനാമലിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുടർന്ന് വീണ്ടും ഇനാമൽ ലോസ് വരാതെ സൂക്ഷിക്കാം, പിന്നെ ഈ സ്റ്റെയിനിങ് കൂടാതെ സൂക്ഷിക്കാം, പിന്നെ ചെറിയ രീതിയിൽ ഇതിന് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം, പിന്നെ നമുക്കിതിനെ കവർ ചെയ്യാം. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ട്രീറ്റ്മെന്റ് വരുന്നത്. എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇനാമൽ ലോസ് കൊണ്ടാണ്. കാരണം ഇനാമലിന് താഴെയുള്ള ഡെന്റൈൻ ലെയർ ഒരു യെല്ലോ ടിഞ്ചാണ്. അപ്പോൾ യെല്ലോ ടിഞ്ചായിട്ടുള്ള ഡെന്റൈൻ ലെയർ കൂടുതൽ കാണപ്പെടുമ്പോൾ യെല്ലോ ടൂത്തായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. വിശദമായിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷ് അത് ഏതും ആയിക്കോട്ടെ, ഹാർഡ് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സോഫ്റ്റ് ബ്രസ്റ്റിൽ, അതായത് സോഫ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും, അത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. കാരണം ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പിന്നെയും എന്ത് പറ്റും? ഇനാമൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, ബ്രഷ് ചെയ്യുമ്പോൾ ജെന്റിലായിട്ട് ബ്രഷ് ചെയ്യുക. ഒരുപാട് പ്രഷർ കൊടുത്ത് ഫോഴ്സ് ചെയ്ത് പല്ല് വെളുപ്പിക്കാൻ വേണ്ടി എന്നുള്ള രീതി ബ്രഷ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു അതിനനുസരിച്ച് ഇനാമൽ ലോസ് ആവും. നിങ്ങൾ വെളുക്കാൻ വേണ്ടി ചെയ്ത ബ്രഷിങ് നിങ്ങളുടെ പല്ല് ഒന്നും കൂടി മഞ്ഞിപ്പിക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സോഫ്റ്റ് ജെന്റിൽ ബ്രഷിങ് ചെയ്യുക. ബ്രഷ് ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. ബ്രിസ്റ്റൽസ് എപ്പോഴും സോഫ്റ്റ് ആകാൻ സൂക്ഷിക്കുക. ഇനി തേർഡ്, സ്റ്റെയിൻഡ് ഡ്രിങ്ക്സ്, ഇപ്പോൾ കോഫി അല്ലെങ്കിൽ ടീ, പെപ്സി, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾക്ക് ഓൾറെഡി ഇനാമൽ ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഹോം റെമഡി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ചേഞ്ച്. ഇനി ക്ലിനിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്റ്റെയിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ യെല്ലോ ടൂത്തിൽ തന്നെ കോഫിയുടെയും ടീയുടെയും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്റ്റെയിനുകൾ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഡെന്റൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഡെന്റൽ ക്ലീനിങ് എന്ന ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. കാരണം അത് പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്, എക്സ്ട്രിൻസിക് ആയിട്ടുള്ള സ്റ്റെയിൻസ് ആണ്. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, ഇപ്പോൾ ഉള്ള ഈ ഷെയ്ഡിനേക്കാൾ ഒന്നുകൂടി ഈ പല്ലിനെ ഒന്നോ രണ്ടോ വൈറ്റർ ഷെയ്ഡിലോട്ട് നമുക്ക് ബെറ്റർ ഷെയ്ഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഡെന്റൽ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ്, അതൊരു വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ആണ്. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഡെന്റൽ ക്ലീനിങ് ചെയ്യാം, അതുപോലെ തന്നെ ഡെന്റൽ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ലൈക്ക് ബ്ലീച്ചിങ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് രണ്ടും നിങ്ങളുടെ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. ഇതിനർത്ഥം അത് ഭയങ്കര പാല് പോലെ വെളുക്കുന്ന പല്ലാകുമെന്നല്ല. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങളുടെ പല്ലിനെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു യെല്ലോ ടിഞ്ച് തന്നെ, അല്ലെങ്കിൽ ഈ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററിയാണ്, ലൈഫ് ലോങ് നിങ്ങൾക്ക് അതിൻ്റെ ആ വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വെനീറിങ് ട്രീറ്റ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പല്ലിൻ്റെ പുറമെ ഒരു കവർ, ഒരു ഷെല്ല് പോലെ നിങ്ങൾക്ക് പല്ലുകൾക്ക് നിങ്ങൾക്കൊരു കവറിങ് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ പല്ലിൻ്റെ വൈറ്റ് കളറിൽ തന്നെ പല്ലിൻ്റെ ഒരു സ്ട്രക്ചർ, നമ്മൾ ക്രൗൺ എന്ന് പറയുമല്ലോ, റൂട്ട് കനാൽ കഴിഞ്ഞ് ക്രൗൺ ഉണ്ടതുപോലെ അത്രയും വേണ്ട. ക്രൗൺ എന്ന് പറയുമ്പോൾ മുഴുവൻ പല്ലുകളെ കവർ ചെയ്യും. വെനീർ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗം മാത്രമേ കവർ ചെയ്യുള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. സെറാമിക് മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഡെന്റൽ വെനീഴ്സ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ സിവിയർ ആയിട്ട് ഇപ്പോൾ കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ വരുന്നവർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യും. അതൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. സോ ഇതുപോലെയാണ് നിങ്ങൾ ഈ ഒരു ഡെന്റൽ ഇങ്ങനെയുള്ള യെല്ലോ കളർ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വിശദമായിട്ട് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ വരെ ബൈ.